Hi friends, welcome to Hamictech. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു 5 ടിപ്സ് ആൻഡ് ട്രിക്കുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഓരോ ട്രിക്കുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് റീൽസ് ഡൗൺലോഡ് എന്നത്. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു റീൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ. അപ്പോൾ ആ ഒരു റീൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ആദ്യം ആ ഒരു റീൽസിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ അത് ജസ്റ്റ് നമുക്കൊന്ന് കോപ്പി ചെയ്യാം. കോപ്പി ലിങ്ക് എന്നത് ക്ലിക്ക് ചെയ്ത് ആ ഒരു ലിങ്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടെലിഗ്രാം ഓപ്പൺ ചെയ്യണം. ടെലിഗ്രാമിൽ ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ആ ഒരു ലിങ്ക് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റഗ്രാമിന് മുമ്പുള്ള www. വരെ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് മായ്ച്ച് കളയാം, അതങ്ങ് റേസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത് DD എന്ന് കൊടുക്കാം. ഓക്കെ, DD എന്ന് കൊടുത്തിട്ട് ബാക്കിയുള്ള ലിങ്കിലൊന്നും മാറ്റം വരുത്തണ്ട. അപ്പം www. എന്നത് മാത്രം റേസ് ചെയ്തിട്ട് അവിടെ DD എന്നത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇത് സെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് നമ്മുടെ ഗാലറിയിലോട്ടൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അത് നമ്മുടെ ഗാലറിയിൽ വന്നോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതാണ്ട് നമുക്ക് ആ റീൽസ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇനി മുതൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇനി അടുത്തതാണ് റിപ്പോർട്ട് എന്നത്. അതെന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു റീൽസ് ഒക്കെ കണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി വലുതായിട്ടൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ഫോൺ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു പേജിന് റിപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പേജിനെതിരെയുള്ള റിപ്പോർട്ട് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഒട്ടുമിക്കവർക്ക് അറിയാവുന്നതാണ്. ഇൻ കേസ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ട്രിക്കാണ് പേജ് വിസിറ്റ് എന്നത്. അതായത് വേറെ ഒന്നുമില്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ പേജിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ടതാണ്ട് ഇങ്ങനെ ലെഫ്റ്റിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയുടെ പേജിലോട്ട് ഈസി ആയിട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഫോളോ ചെയ്യാനും അതുപോലെ എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കണമെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ നിന്ന് മെസ്സേജ് അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് ആ ഒരു വ്യക്തിയുടെ പേജിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ ഈ ഒരു ചെറിയ ട്രിക്ക് യൂസ് ചെയ്താൽ മതി. അടുത്തൊരു സെറ്റിംഗ് ആണ് സെറ്റ് ടൈം എന്നത്. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ തോണ്ടിക്കൊണ്ടിരുന്ന് ജീവിതം കളയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെറ്റിംഗ് ആണിത്. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരത്തിൽ തോണ്ടിക്കൊണ്ടിരുന്ന് നിങ്ങൾ സമയം കളയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും, ലിമിറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്ര സമയം വരെ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത്തരത്തിലുള്ള ഒരു ടൈം സെറ്റിംഗ് വെക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം ഫോണൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അധികം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെറ്റിംഗ് ആണ്. അതെന്തെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഹോം പേജിൽ പോകാം. ഇവിടെ മുകളിൽ കാണുന്ന 3 ലൈൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് യുവർ ആക്ടിവിറ്റി എന്നത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ ടൈം സ്പെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്ന ട്യൂട്ടോറിയൽ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താണ്ടെ ഒരു ബ്രേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡെയിലി എത്ര ടൈം വരെ നമുക്ക് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യണം എന്നുള്ള ലിമിറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരു 1 hour 2 hour ഒക്കെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്താൽ മതിയെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡൺ കൊടുക്കാന്നുണ്ടെങ്കിൽ ആ ഒരു 1 hour മാത്രമേ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഓഫ് ആവുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഈ പറയുന്ന ടൈംസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ, 20 മിനിറ്റ് കൂടുമ്പോൾ, അതുപോലെ 30 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം 30 മിനിറ്റ് ഉള്ളതാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഇത് ജസ്റ്റ് ഒന്ന് ഓഫ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത്തരത്തിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അധികമായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു സെറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഷെഡ്യൂൾഡ് റീൽസ് എന്നത്. നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീൽസ് സ്ഥിരം ഇടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണിത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്കൊരു റീൽസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നിങ്ങൾക്ക്
അപ്ലോഡ് ചെയ്യേണ്ട റീൽസ് ഏതോ അത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു റീൽസിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റും അതുപോലെ മ്യൂസിക്കും എല്ലാം ആഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്നതുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. ഇനി അതിൻ്റെ ക്യാപ്ഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കാം. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്വാൻസ് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഷെഡ്യൂൾ ദീസ് റീൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി നമുക്കതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതാണ്ട് ഇവിടെ ടൈമും ഡേറ്റും എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഡേറ്റ് ആണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം, അതുപോലെ ഏത് ടൈം ആണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം. എന്നിട്ട് ഓക്കെ എല്ലാം ചൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡൺ എന്നത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ കൊടുത്ത ഡേറ്റും ടൈമും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഷെഡ്യൂൾ എന്നത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത ടൈമും ഡേറ്റും ഒക്കെ ആകുമ്പോൾ നമ്മളുടെ ആ ഒരു റീൽസ് പബ്ലിഷ് ആവുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ആ ഒരു റീൽസ് നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ, അതായത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം പേജിൽ പോവാം. ഇവിടെ 3 ലൈൻ ഉണ്ടല്ലോ മുകളിൽ കാണുന്നത്, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഷെഡ്യൂൾ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റീൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അത് ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു പോസ്റ്റ് എഡിറ്റ് ചെയ്യാൻ, റീഷെഡ്യൂൾ ചെയ്യാൻ, അതുപോലെ ഡിലീറ്റ് ചെയ്യാനെല്ലാം ഉള്ള ഓപ്ഷൻ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു സെറ്റിങ്ങിനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ ഈ ഒരു സെറ്റിങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് നിങ്ങളൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരം റീൽസ് ഒക്കെ ഇടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മതി, പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇൻസ്റ്റഗ്രാം നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കിയ എല്ലാ ടിപ്സും ട്രിക്കും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.